ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ റമദാൻ സീരീസിൻ്റെ മൂന്നാമത്തെ റെസിപ്പി മുട്ടക്കറിയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു കുറുകിയ ചാറോട് കൂറിയുള്ളൊരു മുട്ടക്കറിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളിത് സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ഒന്നിച്ചൊന്നിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ വളരെ പെട്ടെന്നാണ് ഇത് തയ്യാറാക്കാൻ പോകുന്നത്. ഒരു 3 സവാളയും ഒരു തക്കാളിയും 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു ചട്ടി വെച്ചെടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഉലുവ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വരാൻ വേണ്ടി നമുക്ക് ഒരു അല്പം ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല, കുരുമുളക് പൊടി ഇട്ടാണ് നമ്മൾ ഈ മുട്ടക്കറി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പച്ച മണം മാറി വരുന്നവരെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതാ ഇളക്കി ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു പകുതി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളിയുടെ ആ പകുതി നമ്മൾ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ പകുതി നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്കിത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഉള്ളിയുടെ മിക്സിലോട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അതിൽ നിന്ന് പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ, പകുതി ഉള്ളി അതിൽ തന്നെ ഉണ്ട്. എന്നിട്ട് മിക്സി ഒന്ന് വെള്ളം ഒഴിച്ച് ആ വെള്ളം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് നല്ല തിക്ക് ഗ്രേവി തന്നെ നമുക്ക് മുട്ടക്കറി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പെരുംജീരകം പൊടിച്ചതാണ്, അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ചാറ് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ പുഴുങ്ങിയ മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഒരു 10 മിനിറ്റ് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി തിക്കായിട്ട് വരുന്നതാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ